രോഗികളെ സന്ദർശിക്കുന്ന ആളുകൾ, രോഗികളെ സന്ദർശിക്കുന്നവർ, രോഗികൾക്ക് പരിചരണം നൽകുന്ന ആളുകളുണ്ടാവും. ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ ഈ വയസ്സായ ആൾക്കാരെ നോക്കുന്ന ആളുകൾ, ഈ കൂടെ നിൽക്കുന്ന ആളുകൾ, ഇവരൊക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം സന്ദർശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നത് രോഗമെന്ന് പറയുന്നത് നമുക്ക് ഇന്ന് അയാളാണ് രോഗി, നാളെ നമ്മളായിരിക്കാം. ഈ രോഗിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ് പ്രവാചകചര്യ. രോഗിനെ സന്ദർശിക്കുന്നത് തന്നെ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. എന്നാൽ സന്ദർശിക്കാൻ പാടില്ലാത്ത, സന്ദർശകരെ വിലക്കിയിട്ടുള്ള അസുഖമാണെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സന്ദർശനം ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും അടുത്ത ആളുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള എന്താ വെച്ചാൽ, ആളുകൾ, രോഗികളായ ആളുകൾ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ അലംഭാവമാണ്. നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ച് നജസാണ്. ഇപ്പോൾ മൂത്രത്തിന് ട്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിസ്കരിക്കൂല. മൂത്രത്തിന് ട്യൂബ് ഇട്ടാൽ പിന്നെ ആൾക്കാർ നിസ്കരിക്കൂല. അത് മൂത്രമാണെന്ന് പറയും, മൂത്രമുള്ളതുകൊണ്ട്. അപ്പം നിസ്കാരത്തിൻ്റെ കാര്യം, നിസ്കാരം എന്നത് സമയബന്ധിതമായ ആരാധനയാണ്. അതൊരു സമയം കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വേണം. ഇപ്പോൾ ഒരാഴ്ച അഡ്മിറ്റ് ചെയ്തു, അപ്പോൾ ഒരാഴ്ച നിസ്കരിച്ചിട്ടേ ഇല്ല. എന്നിട്ടോ പിന്നെ അങ്ങനെ ഓരോ ദിവസവും 2 ളുഹ്റ് 3 ളുഹ്റ് 4 അസർ, ഇങ്ങനെ 100 അസറൊക്കെ അങ്ങനെ നിസ്കരിച്ച് വിട്ട. അങ്ങനെ ഒരു ചര്യ ഇസ്ലാമിലില്ല. നിസ്കാരം എന്നത് സമയബന്ധിതമായി അള്ളാഹുവിനെ ഓർക്കാനുള്ളതാണ്. അത് ഇന്ന് ളുഹ്റിൻ്റെ സമയം, ഇന്നിപ്പോൾ മഗ്‌രിബിൻ്റെ സമയം കഴിഞ്ഞാൽ കഴിഞ്ഞു. നമസ്കാരം ഖളാ എന്ന് പറഞ്ഞാൽ ആർക്കുള്ളൂ? ഉറങ്ങിയ ആൾക്കും മറന്ന ആൾക്കും മാത്രമേ നിസ്കാരം ഖളാവുള്ളൂ. അതല്ലാത്ത ആൾക്ക് എന്ത് ഖളാണ്? ഒരാൾക്ക് ബോധമുണ്ടെങ്കിൽ, അയാൾ നിസ്കാരം നിർബന്ധമുള്ള ആളാണെങ്കിൽ അയാളത് എങ്ങനെ കഴിയുമോ അങ്ങനെ നിർവഹിക്കണം. ഒന്നുമില്ലെങ്കിൽ തയമ്മം ചെയ്യണം. വെള്ളമില്ലെങ്കിൽ, വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല്ലെങ്കിൽ തയമ്മം ചെയ്യണം. നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇരിക്കണം, ഇരിക്കാൻ പറ്റില്ലെങ്കിൽ കിടക്കണം. കിടന്നിട്ട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ടെങ്കിലും നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ അത് ആ സമയത്ത് നമസ്കരിക്കണം. ഇനി നമസ്കാരം ളുഹ്റും അസറും ജമ്മാക്ക, മഗ്‌രിബും ഇശാവും ജമ്മാക്കി ഒരു സമയത്ത് മഗ്‌രിബിന്റെ സമയത്തോ ഇശാന്റെ സമയത്തോ നിസ്കരിച്ചാൽ മതി രോഗികളെ സംബന്ധിച്ചിടത്തോളം. എന്നാലും നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല. അത് നമ്മൾ രോഗിനെ സന്ദർശിക്കുമ്പം നമ്മളെ വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ എന്തൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് അല്ലേ? പൈസ കൊടുക്കും, ബില്ലടക്കണമെന്നും ബില്ലടക്കാനുള്ള സൗകര്യം ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ചോദിക്കലുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ കാര്യം എന്താണ്? അത് ചോദിക്കന്നെ വേണം. നമ്മൾ ഒരിക്കലും നമ്മളത് ആളുകൾ ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിൽ 90% ആളുകളും അത് ഖളാ വീട്ടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നിസ്കരിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ ഗൗരവം രോഗികളെ പറഞ്ഞ് കൃത്യമായിട്ട് ബോധ്യപ്പെടും. കാരണം ഈ രോഗാവസ്ഥയിൽ മരണപ്പെടുമെന്ന് ഒരാൾക്കും അറിയില്ല. രോഗാവസ്ഥയിലാണ് ഒരാൾ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് അടുക്കേണ്ട സന്ദർഭം. ആ സമയത്ത് പോലും നമസ്കരിക്കാതെ എന്ന് പറയുമ്പം എന്തൊരു അലംഭാവമാണ് ആളുകൾ കാണിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തണം. അതേപോലെ തന്നെ പലപ്പോഴും ആളുകൾ, ചെറുപ്പക്കാരാണെങ്കിലൊക്കെ മൊബൈലിലും അതേപോലെ ടിവിയും സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെ സമയം തള്ളിക്കളയുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഈ ആക്സിഡൻറ്റും അങ്ങനത്തെ സർജറിക്ക് ചെയ്ത ആളുകളാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത്. അവരൊക്കെ അങ്ങനെ തന്നെ മൊബൈലിലും കോമഡിയും അതേപോലെ തന്നെ ടി വിയും കണ്ടിട്ട് അങ്ങനെ സമയം കൊല്ലുന്നതായിട്ടാണ് നമ്മൾ കാണുക. സഹോദരങ്ങളെ, ഓരോ സെക്കൻഡും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഖബറിനരികിലൂടെ അള്ളാഹിൻ്റെ റസൂൽ നടന്നു പോയപ്പം ആ ഖബറാളി ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആ ഖബറാളി ആഗ്രഹിക്കണം എന്താ അറിയോ? 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. എത്ര റീൽസുകളും എത്ര കോമഡികളും എത്ര വീഡിയോകളുമാണ് സഹോദരങ്ങളെ നമ്മൾ കണ്ടു തള്ളുന്നത്. വാട്സപ്പിൽ വരുന്നത് മുഴുവൻ കണ്ട് ചിരിച്ച് ഒരായത്തിന്റെ ഗൗരവം പോലും, അള്ളാഹു ഖുർആനിൽ ഒരായത്ത് പറയുമ്പം അത് ഓതാനോ അത് മനസ്സിലാക്കാനോ അതിൻ്റെ ഗൗരവം പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ മലീമസമായ ഈ കോമഡികളും ഈ വാട്സപ്പിൽ വരുന്ന കംപ്ലീറ്റ് അതൊക്കെ കണ്ട് ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഒരായത്ത് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം നമ്മളെ മനസ്സിൽ വരില്ല. അതുകൊണ്ടാണ് വരാത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ പ്രത്യേകിച്ച് രോഗമായിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാൻ ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, ഇതൊക്കെ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ എന്താ നിങ്ങൾ നല്ല പങ്കാലത്ത് പടച്ചോനായിട്ട് ബന്ധമുണ്ടെങ്കിലേ രോഗിയാവുമ്പോഴും ആ ബന്ധം നിലനിർത്താൻ കഴിയുള്ളൂ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാ, മരിക്കുമ്പം കെലിമ ചെല്ലണം എന്നുണ്ടെങ്കിൽ ജീവിക്കുമ്പം കെലിമ ചെല്ലുവാൻ തന്നെ പറ്റുള്ളൂ.
അതായത് ഓരോ പ്രയാസം ഉണ്ടാകുമ്പോഴും അതിൽ പടച്ചോനെ ഓർക്കാനും പടച്ചോനോട് സഹായം തേടാനും കഴിയണോന് മാത്രമേ ആ ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴും അതിന് സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് അതൊരു ശീലമാക്കി നമ്മൾ മാറ്റണം. എന്തൊരു പ്രയാസം ഉണ്ടാകുമ്പോഴും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അത് വല്ലാത്തൊരു വാക്കാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നത് നിങ്ങൾ ആലോചിക്ക്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം തിമ്മീങ്കലത്തിൻ്റെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിച്ച ചെല്ലിയ ദിക്റാണ്, പ്രാർത്ഥനയാണത്. അതൊരു പ്രാർത്ഥന തന്നെയാണ്. ഒരു പ്രതീക്ഷയില്ല. നിങ്ങൾ ആലോചിക്ക്, ഒരു തിമ്മീങ്കലം വിഴുങ്ങിയിട്ട് ഒരാഴക്കടലിൽ അന്ധകാരത്തിൽ, കടലിൻ്റെ അടി അങ്ങേയറ്റത്ത് ഇരുട്ടായിരിക്കും. അത് തിമ്മിങ്കലം ഇങ്ങനെ മേലെ കൂടെ പരല് മാറി നടക്കണ മീനല്ല തിമ്മിങ്കലം എന്ന് പറഞ്ഞാൽ. തിമ്മിങ്കലം ആഴത്തിലുണ്ടാവില്ല. ആഴക്കടലിൽ തിമ്മിങ്കലത്തിൻ്റെ വയറ്റിൽ പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ചൊല്ലി. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഒരു ചെറിയ കിതാബന്നെ എഴുതിയണേ ആ ഒരു ദുആന്റെ പേരിൽ. കാരണം അത് വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ആ ഒരു കെലിമത്ത് കൊണ്ടാണ് ആ തിമ്മിങ്കൽ എന്ത് ചെയ്തത്, യൂനുസ് നബി അലൈഹിസ്സലാമിനെ പുറത്തു പോയിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തത്, ആ പുറത്തു പോയിട്ട് തുപ്പിയത്, ജീവൻ തിരിച്ചു കിട്ടിയത്. ഏത് നിങ്ങളെ മുമ്പിൽ ഒരു പരിഹാരവുമില്ല എന്ന് നമുക്ക് തോന്നുന്ന സന്ദർഭത്തിൽ, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സന്ദർഭത്തിൽ പോലും ചെല്ലാൻ പറ്റിയൊരു സാധനമാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അത് വല്ലാത്ത തൗഹീദാണത്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനല്ല. തൗഹീദിൻ്റെ ഏറ്റവും പ്രോജ്വലമായ ഒരു വാക്കാണത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അപ്പോൾ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ എന്തൊരു ഇടങ്ങേറുണ്ടെങ്കിലും അത് ചൊല്ലി ശീലാക്കണം. അപ്പോഴേ നമുക്ക് ഒരു പ്രതിസന്ധി വരുമ്പോഴും അത് ചെല്ലാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സഹോദരൻ, അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ദീനിൻ്റെ അല്ലാഹുവും റസൂലും എന്ത് പഠിപ്പിച്ചോ അത് ജീവിതത്തിൽ ഒരു വൈബാക്കി മാറ്റാൻ, അത് ജീവിതത്തിൻ്റെ ഒരു താളമാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, അതിനാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. അതെന്താണ് ഒരു തടസ്സമുള്ളത്? അതാണ് എന്താണ് ഇപ്പം അതിനൊരു തടസ്സം? ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ്, ഇതൊക്കെ ചെയ്യുന്നവരാണ്. പിന്നെ ഈ ദുനിയാവാണോ സഹോദരങ്ങളെ ഇതിനുള്ള തടസ്സം? ഈ ദുനിയാവും അതിൻ്റെ ഒരു ഓളത്തിലും പെട്ടിട്ടാണോ ഇത് നമ്മൾ മറന്നു പോകണുണ്ടോ? അതല്ല, ഇതൊന്നും സത്യമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ മരണത്തിന് ശേഷം നമ്മളാരും ജീവിച്ചു വരൂല, ഇതൊക്കെ വെറുതെ പൊട്ടീസാക്കാൻ വേണ്ടി പറയാണ്, ഈ പടച്ചോനൊന്നുമില്ല, അങ്ങനെ ഇവിടെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ സഹോദരങ്ങളെ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ച ഒരു അല്ലാഹുവിന് നിങ്ങളെ രണ്ടാമതും തിരിച്ച് പുനർജീവിപ്പിച്ച് കൊണ്ടുവരാൻ എന്ത് പ്രയാസമാണുള്ളത് സഹോദരങ്ങളെ. ഒരു സൃഷ്ടിപ്പ് നടത്തുമ്പോൾ അത് മനുഷ്യനാണെങ്കിൽ പോലും ആദ്യം ഉണ്ടാക്കാനാണ് പ്രയാസം. രണ്ടാമത്തെ സൃഷ്ടിപ്പിന് ഒരു പ്രയാസമില്ല. കോപ്പി അടിച്ചാൽ മതി. ഒരു സാധനം ഉണ്ടാക്കുക, രണ്ടാമത് കോപ്പി ചെയ്താൽ മതി. ആദ്യങ്ങൾ ഉണ്ടാക്കിയ അള്ളാഹുവിന്, ആദ്യം നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിന് രണ്ടാമത് നിങ്ങളെ കൊണ്ടുവരാൻ എന്ത് പ്രയാസമുള്ളത്? എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹിനെ നിഷേധിക്കുന്നത്? കൈഫ തക്ഫുറൂന ബില്ലാഹ് വകുൻതും അംവാത. നിങ്ങൾ ആലോചിച്ച് നോക്കി, മാതാവിൻ്റെ ഉദരത്തിൽ നിങ്ങൾ 2 കോശമായി 4 കോശമായി, ഒരു രൂപമുള്ളതും രൂപമില്ലാത്തതും രൂപമുള്ളതുമായ ഭ്രൂണമായി. അതിന് ജീവൻ ഉണ്ടായിരുന്നില്ല. ആദ്യം ഒരു സ്കാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഡോക്ടർമാരെന്താ 4 ആഴ്ചൻ്റെയും 3 ആഴ്ചൻ്റെ ഒക്കെ സ്കാനിങ് എടുത്താൽ അതിൽ ഒരു ഫീറ്റൽ പോൾന്നോ ഫീറ്റസ്ന്നേ ഉണ്ടാവുള്ളൂ. ജീവനുള്ള കുട്ടീന്ന് അതിൽ എഴുതൂല. ഒരു മിടിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ ജീവനുള്ള കുട്ടി എന്ന് പറയുള്ളൂ. അപ്പൊ ജീവനില്ലാത്ത ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. പിന്നെയാണ് നമുക്ക് ജീവൻ കിട്ടിയത്. ആ ജീവൻ എവിടുന്ന് വന്നു സഹോദരങ്ങളെ? ആ ജീവൻ ആരാണ് നൽകിയത്? ആ ജീവൻ ആരാണ് എടുക്കുന്നത്? ആ ജീവന് ഒരു ഉടമസ്ഥനില്ലേ സഹോദരങ്ങളെ? ആ സൃഷ്ടാവിനെ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത്? കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. എത്ര സുന്ദരമായിട്ടാ പടച്ചോൻ പറയണേ. നിങ്ങളെ ജീവനില്ലാത്ത അവസ്ഥയിൽ സൃഷ്ടിച്ചു, പിന്നെ നിങ്ങളെ ജീവൻ നൽകി, നീ നിങ്ങളെ മരിപ്പിക്കും, വീണ്ടും നിങ്ങൾ അവൻ ജീവിപ്പിക്കുന്നതാണ്. അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിചാരണക്ക് റബ്ബിൻ്റെ മുമ്പിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളത് അത് 100% ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ എന്താണ് ഇതിൽ വിശ്വസിക്കാനുള്ള തടസ്സം? എന്താണ്? 6-ാം നൂറ്റാണ്ടിൽ വന്ന ഒരു പ്രവാചകൻ, ഒരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഒരു പ്രവാചകൻ ഇത് പറഞ്ഞു എന്നത് സഹോദരങ്ങളെ ആലോചിച്ച്, ലോക ചരിത്രം പഠിച്ച ആർക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്.
അല്ലേ? ലോകത്തിലെ ഓരോ സാംസ്കാരികതകൾ എടുത്തു നോക്കിയാലും, മൊസപ്പൊട്ടേമിയൻ സാംസ്കാരികതയാണ്, സിന്ധു നദീതട സംസ്കാരമാണെങ്കിലും, ലോകത്ത് എവിടെ സംസ്കാരങ്ങൾ വളർന്നു വന്നിട്ടുണ്ടോ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഇപ്പൊ സിന്ധു നദീതടത്തിന്റെ തീരത്താണ് ഒരു സംസ്കാരം ഉണ്ടായി വന്നത്, അല്ലെങ്കിൽ നൈൽ നദീതടത്തിന്റെ തീരത്താണ് അവിടെ ഒരു സംസ്കാരം ഉണ്ടായി വന്നത്. എന്നാൽ നിങ്ങൾ നോക്കി, ഇതൊന്നുമില്ലാത്തൊരു സ്ഥലമാണ്, അല്ലേ? നിങ്ങൾ ലോക ചരിത്രം എടുത്ത് നോക്കിയാൽ, ലോകത്തിൻ്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ, ഒരു ഭാഗത്ത് പേർഷ്യൻ ബാബിലോണിയൻസും അങ്ങനത്തെ റോമക്കാരും ബാബിലോണിയൻസുള്ള അലക്സാണ്ട്രക്കല്ലിൽ ജീവിച്ചിരുന്ന ഒരു ഏരിയയാണ്. ഈ ഭാഗത്തെടുത്ത് നോക്കിയാൽ പേർഷ്യൻ രാജാക്കന്മാരും മംഗോളിയൻസൊക്കെ ഉള്ള ഒരു ലോകമാണ് ഇവിടെ കാണാൻ പറ്റുക. ഇതിൻ്റെ നടുവിൽ ആർക്കും വേണ്ടാത്ത, ഒരു ഫലഭൂയിഷ്ഠതയുമില്ലാത്ത, ഒരു നാഗരികതയുമില്ലാത്ത, ആർക്കും വേണ്ടാത്ത ഒരു സ്ഥലമാണ് അറേബ്യ എന്ന് പറഞ്ഞത്. അറേബ്യ എന്ന് അവിടെ ഒരു സംസ്കാരം ഉണ്ടാകാൻ വേണ്ട ഒരു സാധനം ആ മണലാരണ്യത്തിലില്ല എന്നുള്ളതാണ്. അവിടെ കൃഷിയില്ല, അവിടെ വെള്ളമില്ല, അവിടെ ഒരു സംസ്കാരം ഉയർന്നു വരാൻ ആവശ്യമായ ഒരു സാധനവുമില്ലാത്ത, ലോകത്തിലെ ഒരു ശക്തികളും തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലമാണ് ഈ നടുവ് കിടക്കുന്ന അറേബ്യ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തും സംസ്കാരങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. വലിയ വലിയ ചക്രവർത്തിമാരും രാജാക്കന്മാരും ഉണ്ടായി വന്നിട്ടുണ്ട്. അതിൻ്റെ മറ്റേ ഭാഗം എടുത്തു നോക്കിയാലും അവിടെ വലിയ വലിയ സാംസ്കാരികതകൾ 700-900 വർഷം നീണ്ട ചക്രവർത്തിമാരൊക്കെ ഭരണം നടത്തിയിട്ടുള്ള നാടുകളാണ് അതിൻ്റെ അപ്പുറവും ഇപ്പുറം ഉള്ളത്. ആ നടുവിലുള്ള ആ മണൽക്കാട്ടിൽ മാത്രം ഒരു സാംസ്കാരികതയും ഒരു നഗരവും അവിടെ ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യവും ഇല്ലാത്തൊരു നാടാണ്, ആർക്കും വേണ്ടാത്തൊരു സ്ഥലമാണ്. പക്ഷെ നിങ്ങൾ നോക്കി, അവിടെ ഒരു സംസ്കാരം ഉദയം ചെയ്യാണ്. അവിടെ മുഹമ്മദ് നബി അവിടെ എന്താണ് ആകെ ഉണ്ടായതെന്ന് ചോദിച്ചാൽ, എന്താണ് ആ മണലാരണ്യത്തിൽ ഉണ്ടായ അത്ഭുതം എന്ന് ചോദിച്ചാൽ, അതൊരു പ്രവാചകൻ മാത്രമാണ്, അല്ലേ? അവിടെ ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം, വെള്ളമില്ല, കൃഷിയില്ല, ഒന്നുമില്ല. പിന്നെ എന്തുണ്ടായത്? അവിടെ അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു എന്ന് മാത്രമേ, ഒരു പ്രവാചകനെ നിയോഗിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? 130 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ തുടങ്ങിയിട്ട് ആ 130 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഇപ്പുറവും അപ്പുറവുമുള്ള വർഷങ്ങളുടെ 900 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള 2 നാഗരികതകളെയും അത് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ്. അമവി ഭരണകാലം അവസാനിക്കുമ്പം ഹിജ്റ 130 നിങ്ങൾ ലോക ചരിത്രത്തിന്റെ മാപ്പ് എടുത്ത് നോക്കി ഇവിടെ സ്പെയിന് മുതൽ ന്യൂഡൽഹി വരെ ഉള്ള ഈ ലോകത്തിന്റെ പകുതി ഭാഗം അന്ന് മുസ്ലിങ്ങളുടെ കീഴിലാണ്. 130 വർഷം കൊണ്ട്. അത് അപ്പുറത്തുണ്ടായിരുന്ന റോമക്കാരും ഇപ്പുറത്തുണ്ടായിരുന്ന പേർഷ്യക്കാരും ഒക്കെ നോക്കി, ഇപ്പുറത്തുള്ള പേർഷ്യക്കാരും അപ്പുറത്തുള്ള റോമക്കാർക്കും അവർക്കൊക്കെ 900 വർഷത്തിന്റെയും 700 വർഷത്തിന്റെയൊക്കെ പാരമ്പര്യമുണ്ട്. അവർക്കൊക്കെ സുസജ്ജമായ അവരുടെ ആർമി സംവിധാനങ്ങൾ, സൈന്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഈ ചെറിയ മനുഷ്യന്മാർ തോൽപ്പിച്ചു കളഞ്ഞു. സ്വന്തമായി സൈന്യമില്ലാത്ത, അങ്ങനെ പ്രത്യേകിച്ച് മുസ്ലിം ഭരണം എടുത്തു നോക്കിയാൽ അവിടെ പ്രത്യേകിച്ച് സൈന്യങ്ങളൊന്നുമില്ല. ജിഹാദിന് പോകാൻ പറഞ്ഞ സാധാരണക്കാരനാണ് ജിഹാദിന് പോണത്. അല്ലാതെ ഇങ്ങനെ വാളും അടി പയറ്റും അമ്പും വില്ലുമായിട്ട് നടക്കുന്ന ആളുകളല്ല അന്ന് യുദ്ധത്തിന് പോകുന്നത്. ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ 600-700 വർഷത്തെ പാരമ്പര്യമുള്ള ഈ 2 നാഗരികതകളെയും 130 വർഷം കൊണ്ട് 130 വർഷത്തെ ചരിത്രം പാരമ്പര്യമുള്ള ഒരു സംസ്കാരം അവരെ കീഴ്പ്പെടുത്തിയെങ്കിൽ സഹോദരങ്ങളെ, അവിടെ ഉണ്ടായത് എന്താണ്? അവിടെ ഒരു പ്രവാചകനാണ് ഉണ്ടായത്. ആ പ്രവാചകന് എന്തുകൊണ്ടാണ് ഇത് സാധിച്ചത്? അത് അള്ളാഹുവിൽ നിന്നുള്ള വഹി കൊണ്ടാണ്. അതുകൊണ്ട് ചരിത്രം പഠിച്ച കൃത്യമായിട്ട് മനസ്സിലാകും, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നത് അത് പ്രവാചകനാണ്, അള്ളാഹുവിൽ നിന്നുള്ള വഹിയുള്ള നബിയാണ് എന്ന് നമുക്കത് പഠിച്ചാൽ ബോധ്യപ്പെടും. ലോക ചരിത്രം പഠിച്ച് ആർക്കും അത് മനസ്സിലാകും. അല്ലെങ്കിൽ ഒരിക്കലും അതിന് സാധിക്കൂല. ഒരു ജീവന്റെ ഒരു ആൾതാമസത്തിന് ഒരു ഇതില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കൃഷിക്ക് അറേബ്യ പറ്റൂല. ആ മക്കയിൽ എന്ത് കൃഷി അവിടെ ഉള്ളത്? ലോകത്തിലെ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് ഇറക്കുമതി ചെയ്യാണ്. ഒരു കൃഷിക്ക് അനുയോജ്യമായ നാടല്ല, ഒരു പട്ടണം അവിടെ അല്ല. ഒരു പട്ടണമോ ആളുകൾ തിങ്ങി നിറച്ച് താമസിക്കുന്ന ഒരു പട്ടണമോ നാഗരികതയോ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടേക്ക് ഒരു മനുഷ്യൻ വന്നു, അദ്ദേഹത്തിന് വഹി കിട്ടി, അദ്ദേഹത്തിന്റെ കൂടെ കുറെ ആളുകൾ ജീവിച്ചു, സഹാബികളായ ആളുകൾ. അവരാ ദീൻ ഏറ്റെടുത്തു, അല്ലാഹു തൃപ്തിപ്പെട്ടു, റളിയല്ലാഹു അൻഹു എന്നാണ് സഹോദരങ്ങളെ. കാരണം എന്താ? അത് അവരുടെ മനസ്സാണ്. അവർ അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ചു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്.
അശദ്ദു ഹുബ്ബല്ലില്ല. ഇവിടെ മറ്റു മതസ്ഥരായ ആളുകൾ, ഇവിടെ ഈ ശബരിമലയിൽ പോണ ആളുകളും മറ്റു മതസ്ഥരായ ആളുകൾ, അവരൊക്കെ അവരുടെ ദൈവത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഈ തണുപ്പിന് നീച്ചിട്ട് കുളിക്കാനും വ്രതമെടുക്കാനൊന്നും സാധിക്കൂല. അവരവരുടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ല, അവർ അല്ലാഹുവിനെ ഏറ്റവും ശക്തമായി സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഉഹുദ് യുദ്ധം തുടങ്ങുന്നതിന്റെ മുമ്പ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഒരു രണ്ടാളും ഇങ്ങനെ സംസാരിക്കണേ. സഅദ് ഇബ്നു അബീ വഖാസും അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും കൂടി യുദ്ധം തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ പറയണേ, നമ്മൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കാം, രണ്ടുപേരും നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഞാൻ പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ ആമീൻ പറയണം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഞാനും ആമീൻ പറയും. ഇവിടെ എന്താ പ്രാർത്ഥിക്കണോ? ആദ്യം സഅദ് ഇബ്നു അബീ വഖാസ് പ്രാർത്ഥിക്കണം, ഈ വരാൻ പോണ ഈ യുദ്ധത്തിൽ ശക്തനായ ഒരു എതിരാളിയെ എനിക്ക് കിട്ടണം എന്നാണ്. എന്നിട്ട് ഞാനും അദ്ദേഹവും ശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെടണം. എന്നിട്ട് ഞാൻ അയാളെ വധിക്കണം. അപ്പോൾ രണ്ടുപേരും ആമീൻ പറയും. അടുത്തത് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ ടേണാണ്. അപ്പോൾ അദ്ദേഹം കൈ ഉയർത്തി പ്രാർത്ഥിക്കണം, ഈ വരാൻ പോണ യുദ്ധത്തിൽ ശക്തനായ ഒരു എതിരാളിയെ എനിക്ക് കിട്ടണം. എന്നിട്ട് ഞാനും അയാളും ശക്തമായ ഫൈറ്റിംഗ് നടക്കണം. എന്നിട്ട് അയാൾ എൻ്റെ മൂക്ക് മുറിക്കണം, എൻ്റെ വായ ഛേദിക്കണം. അങ്ങനെ അയാൾ എന്നെ കൊല്ലണം. എന്നിട്ട് അല്ലാഹു എന്നോട് ചോദിക്കണം, ജഹ്ഷേ നിന്റെ മൂക്കെവിടെ എന്ന് നാളെ മഹ്ശറയിൽ വെച്ച് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കണം, അത് ഞാൻ അല്ലാഹുവേ നിനക്ക് നിന്റെ മാർഗത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്ന വിധത്തിൽ എനിക്ക് രക്തസാക്ഷിത്വം തരണേ അല്ലാഹുവേ എന്ന് പ്രാർത്ഥിച്ചപ്പം സഅദ് ഇബ്നു അബീ വഖാസ് അന്തം വിട്ടുപോയി എന്നാണ്. പക്ഷെ രണ്ടുപേരും ആമീൻ പറഞ്ഞു. അങ്ങനെ യുദ്ധം തുടങ്ങി. യുദ്ധം അവസാനിച്ചു. 70ഓളം സഹാബിമാരാണ് അന്ന് ഉഹുദിൽ ഷഹീദായത്. അങ്ങനെ സഅദ് ഇബ്നു അബീ വഖാസ് പ്രാർത്ഥിച്ച പോലെ തന്നെ ശക്തനായ ഒരു എതിരാളിയെ കിട്ടി. അദ്ദേഹം ആ എതിരാളിയെ വധിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ഈ ശുഹദാക്കൾ അങ്ങനെ തപ്പി നടക്കുകയാണ്, എവിടെയാണ് ജഹ്ഷ് എന്നറിയാൻ. അങ്ങനെ ഒരു മൂലയിൽ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിൻ്റെ മൃതദേഹം അല്ലെങ്കിൽ മയ്യത്ത് കാണുകയാണ്. എന്താണ്? മൂക്ക് ഛേദിക്കപ്പെട്ട നിലയിൽ, വായ ഛേദിക്കപ്പെട്ട നിലയിൽ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നിലയിൽ അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിൻ്റെ മയ്യത്ത് കാണുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരാൾക്ക് സാധിക്കോ സഹോദരങ്ങളെ? അത് അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, വിശ്വാസികളായ ആളുകൾ അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവരാണ്. ആ സ്നേഹം അവർ ജീവിതം കൊടുത്ത് തെളിയിച്ചു സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അവരെ പറ്റി അല്ലാഹു റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത്. അവര് പോയ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഒരു ചെറിയ പ്രയാസം ഉണ്ടാകും, പടച്ചോനെ ഇന്നോടിത് വേണ്ടീനോ എന്ന് നമ്മൾ ചോദിക്കുമ്പം, എന്നോട് എന്തിനാ പടച്ചോനെ, ഇന്നെന്തിനാ പടച്ചോനെ ഇങ്ങനെ പരീക്ഷിക്കണത്, ഇന്നെന്തിനാ അങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് നമ്മൾ എത്ര കൂളായിട്ടാണ് സഹോദരങ്ങളെ പറയണത്. പക്ഷേ അവരവരുടെ ജീവനാണ് എന്ത് ചെയ്തത്? ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകിയത്. അതുകൊണ്ട് അവര് നടന്നുപോയ സ്വർഗത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ സഹോദരങ്ങളെ നമ്മളും നമ്മുടെ ജീവിതം കൊണ്ട് ആ സ്നേഹം, പടച്ചവനോടുള്ള സ്നേഹം തെളിയിക്കണം. ഒരു ചെറിയ പ്രയാസം വരുമ്പം അതിൽ ക്ഷമിച്ചുകൊണ്ട് അതിന് അല്ലാഹു എനിക്ക് പ്രതിഫലം നൽകുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടി. അതാണ് സഹോദരങ്ങളെ ഈ തൗഹീദ് എന്ന് പറഞ്ഞത്. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അല്ലാഹുവാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. അല്ലാഹു അല്ലാത്ത ഒരു ശക്തിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയോ തിന്മയോ കൊണ്ടുവരാൻ സാധ്യമല്ല. അത് ജിന്നാകട്ടെ, മനുഷ്യനാകട്ടെ, മലക്കാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, ആർക്കും സാധ്യമല്ല എന്ന ഏറ്റവും ഉറച്ച ബോധ്യവും വിശ്വാസവും അതാണ് തൗഹീദ്. അതുള്ളവരാണ് സഹോദരങ്ങളെ വിശ്വാസികൾ. ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങളും എല്ലാവർക്കും വരും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വന്നിട്ടുണ്ട്. ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പം നിരാശപ്പെടുകയാണെങ്കിൽ സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അത്ര ജീവിതത്തിൽ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ, പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഒരാളെയും കാണാൻ സാധ്യമല്ല. പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ളത്. ഒരു അസുഖം വരുമ്പോൾ നമ്മൾ എന്തിനാ സങ്കടപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായത് പ്രവാചകന്മാരാണ്. അള്ളാഹിൻ്റെ റസൂലുകൾ എടുത്തു നോക്കി,
മക്കയിൽ മക്കക്കാരുടെ കണ്ണിലുണ്ണിയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മക്കൾക്ക് അൽ അമീൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മക്കക്കാർ പറഞ്ഞിരുന്നത്. അത്രയും വിശ്വസ്തനായിരുന്നു. അവർക്ക് നല്ല സ്നേഹമുണ്ടായിരുന്നു നബിനോട്. അവർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സമീപിക്കുമായിരുന്നു. അത്രയും സ്നേഹമുള്ള നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പം അവർ നബിനെ ആക്ഷേപിച്ചു, നബിനെ ഉപദ്രവിച്ചു. എന്തൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. സ്വന്തം കുടുംബക്കാരാണ്, സ്വന്തം ഗോത്രക്കാരാണ്, സ്വന്തം ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്നത്. എത്ര പ്രയാസം ഉണ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺകുട്ടികൾ, ജാഹിലിയ കാലത്ത് കല്യാണം കഴിഞ്ഞ 2 പെൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ ആ പെൺകുട്ടികളെ തലാക്ക് ചൊല്ലി വീട്ടിൽ കൊണ്ടാക്കി. വീട്ടിൽ നിങ്ങൾ മുജാഹിദായിട്ട് നിങ്ങളെ 2 മൂത്ത സുന്നി മരുക്കള് നിങ്ങളെ മക്കളെ ഡൈവോഴ്സ് ചെയ്താൽ എന്തായിരിക്കും നിങ്ങളെ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. അതേപോലെയാണ് 2 പെൺകുട്ടികളെ തലാക്ക് ചൊല്ലി വീട്ടിൽ കൊണ്ടാക്കി. ജനിക്കുന്ന ആൺകുട്ടികൾ മുഴുവനും മരിച്ചു പോകുക. ജനിക്കുന്ന ആൺകുട്ടികൾ മുഴുവൻ മരിച്ചു പോകുക. താങ്ങും തണലുമായിരുന്ന അബൂ താലിബ് മരിക്കാണ് അല്ലേ? ചെറുപ്പത്തിലെ വാപ്പല്ലാതെ ജനിച്ചു. മാതാവ് 6 വയസ്സായപ്പോൾ നഷ്ടപ്പെടാണ്. 8 വയസ്സായപ്പോൾ പിതാമഹൻ നഷ്ടപ്പെടാണ്. അബൂ താലിബിന്റെ വീട്ടിൽ ദരിദ്രനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരുന്നത് അല്ലേ? അതിനുശേഷം നുബുവത്ത് കിട്ടിയപ്പം നാട്ടുകാരും വീട്ടുകാരൊക്കെ കൈയൊഴിയുന്ന അവസ്ഥ ഉണ്ടാകാണ്, ഉപദ്രവിക്കുന്ന അവസ്ഥ ഉണ്ടാകാണ്. മക്കള് മൊഴി ചൊല്ലി വീട്ടിലിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാണ്. ജനിക്കുന്ന ആൺകുട്ടികൾ മുഴുവൻ മരിക്കുന്ന അവസ്ഥ ഉണ്ടാകാണ്. താങ്ങും തണലുമായിരുന്ന അബൂ താലിബ് മരിക്കുന്ന അവസ്ഥ ഉണ്ടാകാണ്. ഖദീജ ബീവി മരിക്കുന്ന അവസ്ഥ ഉണ്ടാകാണ്. അങ്ങനെ ഷുഐബ് അബൂ താലിബില് ഭക്ഷണം കിട്ടാതെ ഉപരോധിക്കപ്പെട്ട് പച്ചില തിന്ന് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കേണ്ടി വരുന്ന ഒരു പ്രവാചകൻ അവസാനം നാട് വിട്ടു പോവുകയാണ്. ഹിജ്റ എന്ന് പറയുമ്പം അത് നമുക്ക് മനസ്സിലാവില്ല സഹോദരങ്ങളെ. നമ്മൾ അരീക്കോട് നിന്ന് മഞ്ചേരിക്ക് താമസം മാറല്ല, അല്ലെ തിരൂരിന്ന് അരീക്കോട്ടേക്ക് വന്ന് താമസം മാറല്ല. നമ്മളെ 407 നമ്മളെ അലമാരയും ഫ്രിഡ്ജും TV ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കല്ല. തിരൂര് ATM എന്ന് കാർഡിട്ട് വലിച്ച പൈസ നാളെ അരീക്കോട് ATM എന്ന് വലിച്ചല്ല. അതല്ല ഹിജ്റ എന്ന് പറഞ്ഞാല്. ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. എല്ലാം ഉപേക്ഷിച്ചിട്ട് അള്ളാന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നാടുപേക്ഷിച്ച് ആ മദീനയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴോ അവിടെയും പ്രയാസമാണ്. ജൂതന്മാർ പ്രയാസപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ സംഘടിച്ച് അവിടെയും യുദ്ധമാണ്. ഇവിടെ പൊറുതി തരുന്നില്ല. ഇവിടുന്ന് മക്കത്ത് നിന്ന് വന്ന് ആളുകൾ മദീനയിൽ ഉപദ്രവിക്കുകയാണ്. അങ്ങനെയാണ് ബദർ ഉണ്ടാകുന്നത്, ഉഹുദ് ഉണ്ടാകുന്നത്. പിന്നെ സൂറത്തു അഹ്സാബ് ഓതിയാൽ മനസ്സിലാകും ഖന്തക്ക് യുദ്ധം ഉണ്ടാകുന്നത്. മദീനയിലെ മുഴുവൻ ആളുകളും ഇസ്ലാമിനെതിരിൽ ശത്രുക്കൾ മുഴുവൻ സംഘടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തുന്നു. അങ്ങനെ പ്രയാസപ്പെടുത്തിയിട്ടും സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തളർന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ ഒരു 23 വർഷം കൊണ്ട് ലോകത്തിലൊരു ചരിത്രം രചിച്ചേക്കാണ്. ഇന്ന് മുസ്ലിം ജനസംഖ്യ എത്ര സഹോദരങ്ങളെ? 180 ബില്യണാണ്. അതായത് 200 കോടിനോട് അടുക്കാൻ പോവുകയാണ് മുസ്ലിം ജനസംഖ്യ. ആകെ 3 ആളിൽ നിന്ന് തുടങ്ങിയതാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങിയത് 1440 വർഷം മുമ്പ് ഒരാളിൽ നിന്ന് തുടങ്ങിയിട്ട് 200 കോടിയിലേക്ക് എത്തി നിൽക്കുമ്പം ലോകത്തിൽ ഒരാൾക്കും ഒരു പ്രത്യയ ശാസ്ത്രത്തിനും ഒരാദർശത്തിനും ഇത്രയേറെ ആളുകളെ മുന്നിൽ നിർത്താൻ സാധിക്കൂല സഹോദരങ്ങളെ. അതെന്തുകൊണ്ടാണ്? ഇത് അല്ലാഹുവിന്റെ ആദർശമാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത്. അള്ളാഹുവിനെ പുറമെ ആരാധിക്കപ്പെടുന്നവയെല്ലാം വർജിക്കപ്പെടേണ്ടവയാണ്. അവയൊന്നും യഥാർത്ഥ ആരാധ്യ വസ്തുക്കളല്ല എന്ന തൗഹീദിന്റെ ഏറ്റവും ക്ലാരിറ്റിയുള്ള ശബ്ദമാണ് ഇസ്ലാമിൻ്റെത്. നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത്? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും. നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ പരിപാലിക്കുന്ന നിങ്ങളുടെ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത് എന്ന കൃത്യമായി. ഇത് ഇത്രയും വർഗീയതല്ലാത്ത വിശ്വാസം ആർക്കാണ് പറയാൻ പറ്റുക? അത് ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രീബുദ്ധനെ ആരാധിക്കണമെന്നോ ശ്രീകൃഷ്ണൻ ആരാധിക്കണം എന്നല്ല, നിങ്ങളെയും നിങ്ങളെ മുൻഗാമികളെയും സൃഷ്ടിച്ച ഈ പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടൂ. അതിലെന്ത് വർഗീയത ഉള്ളത്? നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് അന്നം തരുന്ന ഈ പടച്ചവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞെടുത്ത് എന്ത് വർഗീയതയുള്ളത് സഹോദരങ്ങളെ? ആ പടച്ചവൻ അവതാരങ്ങളില്ല, ആ പടച്ചവന് ബിംബങ്ങളില്ല, ആ പടച്ചവൻ ദൈവമായി അവതരിക്കൂല, മകനാകൂല, വാപ്പാകൂല എന്ന് കൃത്യമായിട്ട് പറയാൻ എന്ത് വർഗീയത? ഒരു വർഗീയതയില്ല. എന്തിനാണ് ഖുൽ ഹുവല്ലാഹു അഹദ് ഇറങ്ങിയത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്തിനാണ് സഹോദരങ്ങൾ അത് ഇറങ്ങിയത്? അല്ലാഹു
ബാപ്പല്ല, അള്ളാഹു മകനല്ല എന്ന് നമ്മളോട് എന്തിനാ പടച്ചോൻ പറഞ്ഞത്? ചില ആളുകൾ അള്ളാഹു ബാപ്പയാണെന്ന് പറയുന്നു, ചില ആളുകൾ അള്ളാഹു മകനാണെന്ന് പറയുന്നു, ചില ആളുകൾ അള്ളാഹു മൂന്നും കൂടിയതാണെന്ന് പറയുന്നു. ഇതൊക്കെ പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അള്ളാഹുവിന് മക്കളുണ്ട്, പെൺമക്കളുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ, പറഞ്ഞ ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ്. അപ്പൊ ഇതൊക്കെ നിരാകരിച്ചുകൊണ്ട് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്നും എൻ്റെ ജീവിതത്തിലേക്ക് നന്മയും തിന്മയും എല്ലാം കൊണ്ടുവരാൻ അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും കഴിയുകയില്ല എന്നുള്ള ഈ യഥാർത്ഥ തൗഹീദിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ഒരു പ്രയാസം ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, രോഗമാകട്ടെ അപകടമാകട്ടെ, എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രതിസന്ധികളൊക്കെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. സൂറത്തുൽ ളുഹ അത് നമ്മൾ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുണ്ടായ ഒരു സന്ദർഭത്തിൽ വഹി കുറച്ച് വൈകി അല്ലേ. ആദ്യം വഹി വന്നു, പിന്നെ കുറച്ച് വഹി വരാണ്ടായപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ ചില മാനസികമായ പ്രയാസം ഉണ്ടായി. കാരണം പ്രവാചകനാണ് എന്നാണല്ലോ പറയണത്. അപ്പോൾ എന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ലേ, എൻ്റെ വഹി നിലച്ചു പോയത് കൊണ്ട് അള്ളാഹ്ക്ക് എന്നെ വെറുത്തോ, അള്ള എന്നെ നബിയായി തെരഞ്ഞെടുത്ത് പിന്നെ ഒഴിവാക്കിയോ എന്ന് നബിക്ക് തോന്നിപ്പോയി. വഹി കിട്ടി, പിന്നെ വഹി ഇല്ലാതായപ്പം പടച്ചോൻ എന്നെ ഒഴിവാക്കിയോ, വഹി തരാതെ എന്ന് നബിക്ക് വിഷമം വന്നപ്പം ഇറങ്ങിയ സൂറത്താണ് ദുഹ. ആ ദുഹ ഓതുമ്പം തന്നെ നമുക്ക് കൃത്യമായിട്ട് അത് എന്നും എക്കാലത്ത് ആരെപ്പം എങ്ങനെ ഓതിയാലും സഹോദരങ്ങളെ അതിൽ വല്ലാത്തൊരു വെളിച്ചമുണ്ട്. ആ ദുഹ എന്ന് പറഞ്ഞാൽ തന്നെ ആ സൂര്യൻ ഇങ്ങനെ പൊന്തി ഒരു മുഴായി വരുമ്പോൾ നല്ലൊരു വെളിച്ചം ഇങ്ങനെ വരും. ഇരുട്ട് മാറിയിട്ട് ഒരു വെളിച്ചം വരുന്ന നേരാണ് ദുഹ എന്ന് പറഞ്ഞാൽ. ആ സൂറത്തിൻ്റെ പേരെന്നെ അതാണ്, ആ സൂറത്തിൻ്റെ തുടക്കം അതാണ്. ജീവിതത്തിലെ ഇരുട്ട് മാറിയിട്ട് ഒരു വെളിച്ചം വരികയാണ്. വല്ലൈലി ഇദാ സജ, രാത്രി തന്നെയാണ് സത്യം അല്ലേ, ആ ദുഹ തന്നെയാണ് സത്യം. എന്നിട്ടോ അതിങ്ങോട്ട് ശാന്തമാകുമ്പോൾ മാ വദ്ദഅക റബ്ബുക വമാ ഖല, മാ വദ്ദഅക. ഇതെന്തറിയോ, ഈ സൂറത്ത് എന്ന് പറഞ്ഞത് ഇത് മൂല്യമാര് പറയണമാതിരി പ്രയാസം ഉണ്ടാവുമ്പോൾ ഓതണം എന്ന് പറയാനല്ല ഈ സൂറത്ത് പഠിപ്പിച്ചത്. ആ സൂറത്ത് നൽകുന്ന ഒരു വെളിച്ചമുണ്ട്, ആ സൂറത്ത് നൽകുന്ന ഒരു ആശയമുണ്ട്. ആ സൂറത്ത് നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടിനെ മാറ്റി ഒരു വെളിച്ചം നൽകാണ്ട്. അതിൻ്റെ ആശയം കൊണ്ടാണ് കിട്ടുള്ളൂ, അത് ചെല്ലിയോണ്ട് കിട്ടൂല, അത് ചെല്ലാൻ നബി പറഞ്ഞിട്ടില്ല. അത് ഖുർആൻ ഓതുമ്പം അതിൻ്റെ ആദർശത്തിൽ നിന്ന്, ആശയത്തിൽ നിന്ന് നമുക്ക് ആ വെളിച്ചം കിട്ടും. മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല, നിന്നെ വെറുത്തിട്ട്. നമുക്ക് എപ്പോഴും തോന്നുന്നതാണ്, ഒന്ന് ചെറിയൊരു പ്രയാസം വരുമ്പം പടച്ചോനെ കൈവിട്ടോ, പടച്ചോനെ ഒഴിവാക്കിയോ എന്ന് തോന്നും. അത് സ്വാഭാവികമായിട്ടും തോന്നും. കാരണം കുറച്ചിങ്ങനെ നല്ല സുഖത്തിൽ നിന്ന് പിന്നെ ഒരു ഇടങ്ങേറ് വരുമ്പം ആർക്കും തോന്നുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും റബ്ബ് എന്ത് ചെയ്തിട്ടില്ല, നിന്നെ കൈവിട്ടിട്ടില്ല, നിന്നെ വെറുത്തിട്ടില്ല. എന്നിട്ടോ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, ആഖിറത്താണ് ദുനിയാവിനേക്കാൾ ഖൈർ എന്നർത്ഥം വെച്ചാലും അവിടെ സൂട്ടാണ്. അതല്ല, വരാനുള്ളതാണ് വന്നതിനേക്കാൾ ഖൈർ, ഇതുവരെ വന്നതിനേക്കാൾ ഖൈർ ഇനി വരാനുള്ള ജീവിതമാണ് എന്ന ആശയമാണെങ്കിലും അത് സൂട്ടാണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതറുല്ലാ, നിന്റെ രക്ഷിതാവ് നിനക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകും. അപ്പോൾ നിനക്ക് എന്ത് ചെയ്യും, നീ തൃപ്തിപ്പെടുന്നു. അപ്പൊ റബ്ബ് എന്ത് ചെയ്യും, റബ്ബ് കുറെ അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ്. അലം നമ്മൾ ആലോചിക്കട്ടെ, അലം യജിദ്ക യതീമൻ ഫആവ, അലം യജിദ്ക യതീമൻ, നിന്നെ ഒരു അനാഥയായി കണ്ടു എന്നിട്ട് നിനക്ക് സംരക്ഷണം നൽകി. നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ ഒരു അവസ്ഥ അല്ലേ, നമ്മൾ സാമ്പത്തികമായും സാമൂഹികമായൊക്കെ നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ആസ്വാദനങ്ങൾ കുറച്ചൊരു 10-20 കൊല്ലം മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു അല്ലേ? ഒരു നമ്മളെ വാഹന സൗകര്യമാകട്ടെ, ഇപ്പോൾ പള്ളികളാകട്ടെ, ഇപ്പം ഇന്ന് നിസ്കരിച്ച പള്ളി എന്താ തണുത്തിട്ട് ബറക്ക്. ഞാൻ അങ്ങനെ ആലോചിച്ച പള്ളിയിൽ നിന്ന് മഗ്‌രിബ് നിസ്കരിച്ചപ്പം തണുത്ത് ബറക്കുക. കുറച്ച് ആൾക്കാരുണ്ട് ബാക്കത്തെ റൂമിൽ, ഇവിടെ സഫൊന്നും പൂർത്തിയായിട്ടില്ല, ബാക്കത്തെ റൂമിൽ 3 ആൾക്കാർ നിസ്കരിച്ചത്. അപ്പൊ സംഭവം എന്താ വെച്ചാൽ തണുപ്പ് പറ്റാത്തവരാണ് ഇവിടെ ബാക്കിൽ നിൽക്കുന്നത്. ഇമ്മാരി ചൂടത്ത് തണുത്ത് ബറക്കതിനുള്ളിൽ AC ഇട്ടിട്ട്, AC ഫുള്ളിട്ടിട്ട് ബറക്കെന്നില്ല, ഒന്നുണ്ടാക്കിയാണ് കയറിയിട്ട് ബറക്ക, അമ്മാരിത്തെ തണുത്ത്. നമ്മളെ നാട്ടിലെ പള്ളികൾ അവസ്ഥയാണത്. മുമ്പ് എന്ത് ചെയ്യുന്നു സഹോദരങ്ങളെ, ആ നടുവത്തെ പള്ളീൻ്റെ ആ പഴയ ഒക്കെ കൂടി മരത്തിൻ്റെ ഉള്ളിൽ പള്ളികൾ ചെന്നാൽ ചൂട്ടിട്ട് വേർത്തിട്ട്. ഇന്ന് നമ്മളെ പള്ളികളൊക്കെ AC ആണ് അല്ലേ, ഒന്നുണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ, ടോയ്ലറ്റുകൾ ഒക്കെ ലക്ഷറിയാണ് അല്ലേ. പള്ളികളൊക്കെ നമ്മൾ ഏകദേശം ഗൾഫിലെ പള്ളീൻ്റെ സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും നമ്മൾ ഏത് ദുനിയാവിൻ്റെ ഏത് കാര്യം എടുത്താലും നമുക്ക് മെച്ചാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ പെരയിൽ സൈക്കിളില്ലാത്ത കാലം ഉണ്ടായിരുന്നു അല്ലേ.
അരവണ്ടിയും സൈക്കിളൊക്കെ 50 പൈസക്കും മണിക്കൂറിന് പഠിത്തിട്ട് 25 പൈസക്കും 50 പൈസക്കും ഒക്കെ മണിക്കൂറിന് വാടക കൊടുത്ത് സൈക്കിൾ പഠിച്ച ആൾക്കാരാണ്. ഇന്ന് ഓരോ പെരയിലും ഓരോ കുട്ടികൾക്ക് ഓരോ സൈക്കിളാണ്. 3 ചക്രമുള്ളത്, 2 ചക്രമുള്ളത്, എല്ലാ ടൈപ്പ് സൈക്കിളും നമ്മളെ പെരയിലുണ്ട്. അതേപോലെ നമ്മളെ സൗകര്യങ്ങൾ, ബസ് നടന്നു പോയ ആളുകൾ, ബസ്സിൽ പോയ ആളുകൾ ഇന്ന് ഏത് വണ്ടി എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. ചെറിയ കാർ എടുക്കണോ, വലിയ വണ്ടി എടുക്കണോ, സ്കൂട്ടർ വേണോ, മാർക്കറ്റിക്ക് പോകാൻ സ്കൂട്ടർ, വലിയ വണ്ടിക്ക് പോകാൻ 6 ചക്രമുള്ളത്, 4 ചക്രമുള്ളത്, അങ്ങനെയൊക്കെ കൂടി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മളെ ഇന്നത്തെ അവസ്ഥ. അപ്പം അതുകൊണ്ട് ഏത് കാര്യം അതേപോലെ പെണ്ണുങ്ങളെ കാര്യം, ഇപ്പോൾ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളെ കാര്യം എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ പണ്ട് ഉരലിലൊക്കെ ഇടിച്ച് പൊട്ടിച്ച് അങ്ങനെയൊക്കെയാണ് ഇതുണ്ടാക്കിയത്. ഇന്നൊക്കെ റെഡി മിക്സാണ്. എത്രയോ പണികളൊക്കെ എത്രയോ സൗകര്യമാണ് അല്ലേ? ഏത് സാധനം ഉണ്ടാക്കാനും ഒക്കെ വളരെ ഈസിയാണ്. എന്നിട്ട് ഇത്രയൊക്കെ നമുക്ക് സമയം ലാഭമാണ്. എത്രയല്ല നമ്മളെ പണികളൊക്കെ എത്ര ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. എന്നിട്ടും ഒരായത്ത് അധികം ഓതാനോ ഒരു സൂറത്തൊന്ന് അധികം ഓതാനോ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനോ നമ്മൾ ഈ സമയം ചെലവഴിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മളത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ഒരു മാർഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? പിന്നെ സഹോദരൻ ഫഹദ, പടച്ചോൻ പറയാണ്, നിന്നെ അവൻ ലോലായിട്ട് വഴി അറിയാത്തവനായിട്ട് കണ്ടു, എന്നിട്ട് നിനക്ക് ഹിദായത്ത് നൽകിയതാണ്. നമ്മൾ ജാഹിലിയത്തിലായിരുന്നു അല്ലേ? നമ്മൾ ജാറത്തിൽ പോകുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ഷിർക്ക് ഇവിടെ കരികോടായതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരാണ്. നമ്മളെ നാട്ടിലൊക്കെ തൗഹീദ് കിട്ടിയവരാണ് കുറേ ആളുകൾ, ജാഹിലിയത്തിൽ കുറേ നിന്നവരാണ്. അതുകൊണ്ട് അതിൻ്റെ വില, ജാഹിലിയത്ത് എന്താ എന്ന് മനസ്സിലായവനാണ് തൗഹീദ് എന്തിൻ്റെ വില മനസ്സിലാവുള്ളൂ. അരീകോട്ടുകാർക്ക് അത് അറിയണം എന്നില്ല എന്നൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ അതിന് വലിയ പ്രസക്തി ഇല്ല. ജാഹിലിയത്ത് അറിഞ്ഞോലാണ് തൗഹീദിൻ്റെ വില മനസ്സിലാക്കുക. അള്ളാഹ് പറയാണ്, നീ വഴി പിഴച്ചവനായിരുന്നു, എന്നിട്ട് നിനക്ക് ഞാൻ ഹിദായത്ത് നൽകി, ഗൈഡൻസ് നൽകി. നീ ദരിദ്രനായിരുന്നു, എന്നിട്ട് ഞാൻ നിനക്ക് ധന്യത നൽകി, ഐശ്വര്യം നൽകി. അതുകൊണ്ട് ഇനി യതീമുകളെ ആട്ടിയോടിക്കരുത്, ചോദിക്കുന്നവനെ അടിച്ചമർത്തരുത്, വിരട്ടിയോടരുത്. ഇതൊക്കെ നമ്മളോട് ചോദിച്ചാൽ മതി അല്ലേ? നമ്മളെ അവസ്ഥ, വീട്ടിലെ ഭക്ഷണത്തിൻ്റെ അവസ്ഥ, ഇനി നമ്മൾ എന്തൊക്കെയാണ് കഴിക്കണേ, മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചിരുന്നത്, എല്ലാം കൊണ്ടും നമുക്ക് മെച്ചം. ശമ്പളം കൊണ്ടാണെങ്കിലും സൗകര്യങ്ങൾ കൊണ്ടാണെങ്കിലും സമ്പത്ത് കൊണ്ടാണെങ്കിലും. എന്നിട്ട് പിന്നെ എങ്ങനെ സഹോദരങ്ങളെ നമ്മൾ പടച്ചോനെ പറ്റി ഒരു മോശമായ വിചാരണം, പടച്ചോൻ വെറുത്തുന്നു, പടച്ചോൻ തിന്നില്ലാന്നും, പടച്ചോൻ്റെ നേരെ നോക്കിടില്ല എന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക? അതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആകെ ജീവിതത്തിൽ ഇത് അവസാനിപ്പിക്കണം. ആകെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉള്ളതിൽ സംതൃപ്തിപ്പെട്ട് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട്, ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ ക്ഷമിക്കുകയും ഒരു സന്തോഷം ഉണ്ടാവുമ്പോൾ അതിൽ നന്ദി കാണിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ തൗഹീദുണ്ടോ നിങ്ങൾ സ്വർഗത്തിലെത്തും. യാതൊരു സംശയവുമില്ല. ആകെ ജീവിതത്തിൽ അത്ര ശ്രദ്ധിക്കണ്ടുള്ളൂ. എന്ത് പ്രയാസം വരുമ്പോൾ ക്ഷമിക്കുക, സന്തോഷം ഉണ്ടാവുമ്പോൾ നന്ദി കാണിക്കുക, തൗഹീദിന്റെ മുന്നോട്ട് പോവുക, ഉള്ളതിൽ സംതൃപ്തമായൊരു മനസ്സ്. അതില്ലല്ലോ ഇതില്ലല്ലോ എന്നല്ല, ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു അസുഖം ഇല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊക്കെ നിങ്ങൾക്ക് ദുനിയാവുണ്ടെങ്കിലും ഒരു അസുഖം വന്ന് അതൊന്നും മതിയാവില്ല സഹോദരങ്ങളെ. ആ ദുനിയാവിന്റെ ഏത് ലക്ഷറി കൊണ്ടും നിങ്ങൾ അസുഖത്തിന്റെ പ്രയാസം മാറ്റാൻ കഴിയില്ല. അത്രയും പ്രയാസം ഒരു അസുഖം വരുമ്പോൾ. അപ്പൊ അതിലൊക്കെ ക്ഷമിക്കണമെങ്കിൽ ഈ ഒരു ആദർശത്തിനും ഈ ഒരു വിശ്വാസത്തിനും മാത്രമേ കഴിയുള്ളൂ. അതാണ് മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണെന്ന് പറഞ്ഞത്. അത് മുഅ്മിന് മാത്രമേ ഉള്ളൂ, അത് വേറൊരാൾക്കും കിട്ടാത്തതാണ്. എന്തുകൊണ്ടാണ്? ഒരു പനി വന്നാൽ, ഒരു ടൈഫോയിഡ് വന്നു, ഒരു ക്യാൻസർ വന്നു, ഇതൊക്കെ വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരേപോലെയാണ്. CT സ്കാനിൽ ഒരേ മാതിരിയാ കാണുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഒരേ റിസൾട്ടാ കിട്ടുക. വിശ്വാസിയെന്നോ അവിശ്വാസിക്ക് റിസൾട്ടിലോ ടെസ്റ്റിലോ ഇൻവെസ്റ്റിഗേഷൻസിലോ സ്കാനിങ്ങിലോ വ്യത്യാസം ഉണ്ടാവില്ല. ലക്ഷണങ്ങൾ ഒരേ മാതിരിയാണ്, വേദന ഒരേ മാതിരിയാണ്. പക്ഷെ എന്താണ് വ്യത്യാസം? സൂറത്തു തൗബയിൽ അള്ളാഹു പറയുന്നുണ്ട് എന്താണ് വ്യത്യാസം എന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതാണ് വ്യത്യാസം. അവർ പ്രതീക്ഷിക്കാത്ത, അവർക്കും വേദനിക്കുന്നുണ്ട്, അവർക്ക് യുദ്ധത്തിൽ പരിക്കുണ്ടായിട്ടുണ്ട്, അവർക്ക് വേദന ഉണ്ട്, അവർക്ക് മുറിവുണ്ട്, നിങ്ങൾക്കും വേദന ഉണ്ട്, നിങ്ങൾക്കും മുറിവുണ്ട്. പക്ഷെ എന്താണ് വ്യത്യാസം? അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതാണ് വ്യത്യാസം. ആ പ്രതീക്ഷ ഉള്ളോനെ അത് പ്രതീക്ഷിക്കാൻ വകയുള്ളൂ. ആ പ്രതീക്ഷ നൽകുന്നത് ഈ വിശ്വാസമാണ്, ഈ ആദർശമാണ്. അത് പഠിക്കണം, അതറിയണം. അതിനുള്ള മാർഗം എന്താണ്? അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയ അള്ളാഹുവിന്റെ
വഹിയായ ഖുർആനാണ്, സഹീഹായ ഹദീസാണ്. അത് പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതെല്ലാവർക്കും, മക്കൾക്കും പേരക്കുട്ടികൾക്കും നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ ഓരോടൊക്കെ അത് പറയാ, നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരിക്കുക. അതെന്നെയാണ് മാർഗം. അത് പറയാ, അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിലൊക്കെ നമ്മൾ ക്ഷമിക്കുക, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും? അത് വിജയത്തിന്റെ മാർഗം തുറന്നു തരും. ഈ തെരഞ്ഞെടുപ്പ് വരികയാണ്, അതുകൊണ്ട് പ്രാർത്ഥനകളിൽ അള്ളാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കാത്ത ആളുകൾക്ക് ഞങ്ങളുടെ മേൽ അധികാരം നൽകല്ലേ റബ്ബേ എന്ന അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന സമയത്തൊക്കെ നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. തൗഹീദുള്ള ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നത് അള്ളാഹുവിൻ്റെ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കാൻ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഞാൻ അർഹനാണോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്യുക, ആത്മവിചിന്തനം നടത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനും ഹദീസും പഠിക്കുകയും സലഫുകൾ മനസ്സിലാക്കിയ പോലെ അത് മനസ്സിലാക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലശ് ശിർക വൽ മുശ്രികീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.